ഞാൻ പഠിച്ചതില്ലേ മാഷേ ഒരു കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു. ആ വഴി റോഡ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ മുന്നിലായിട്ടൊരു വലിയ പള്ളി. ആ പള്ളിയുടെ മുമ്പിലൊന്ന് തല കുനിച്ചിട്ടാണ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാ സ്കൂളിൻ്റെ ക്യാമ്പസിലേക്ക് കിടക്കാം. സ്കൂളിൻ്റെ ഗേറ്റ് അങ്ങ് കടന്നു കഴിയുമ്പോൾ കാലിന്ന് ഒരു കുളിര് ശരീരം മുഴുവനും വ്യാപിക്കുന്ന പോലെയാണ്. ചോല വിരിച്ച് നിൽക്കുന്ന വലിയ വലിയ മരങ്ങൾ. എന്തു ഭംഗിയാണോ! നല്ല തണുപ്പാ ക്യാമ്പസിൻ്റെ അകത്തേക്ക്. ചുവപ്പ്, മഞ്ഞ, പിങ്ക്, വയലറ്റ് എന്ന് വേണ്ട നിറങ്ങളുടെ ഒരു വസന്തം അവിടെ. ഗുൽമോഹർ പിങ്ക് കളറിലുള്ള പൂക്കളും മഞ്ഞ കളറിലുള്ള പൂക്കളും ഓരോ മരത്തിൻ്റെ കീഴെ ഒരു പരവതാനി വിരിച്ചിട്ടുണ്ടാവും. ഒരു സൈഡിൽ പേരറിയില്ലാത്ത കുറേ പൂക്കൾ. ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് കയറാൻ അവകാശമില്ല കേട്ടോ. സിസ്റ്റേഴ്സ് പ്രത്യേകം പരിചരിച്ച് വളർത്തുന്നതാണ്. പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ പള്ളി അലങ്കരിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റേഴ്സ് വച്ചു പിടിപ്പിച്ചിട്ടുള്ള ചെടികൾ, പല നിറത്തിലുള്ള റോസപ്പൂക്കളും മഞ്ഞയും വയലറ്റും എന്ന് വേണ്ട ഇത്രയധികം പൂക്കൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തു ഭംഗിയാണെന്നറിയോ ആ പൂക്കളൊക്കെ കാണാൻ. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പേരെന്താണെന്നറിയോ മാഷിന്? സെൻറ്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ. സ്കൂളിൻ്റെ 2ാം നിലയിലായിട്ട് സെൻറ്റ് ജോസഫിൻ്റെ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. താഴെ നിന്ന് 2ാം നില വരേക്കും വെളുത്തുള്ളിയുടെ മണമുള്ള ആ ചെടി ഇങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ടാകും. വയലറ്റ് കളറിൽ കൊലയായിട്ട് പൂക്കൾ. ആ സെൻറ്റ് ജോസഫിൻ്റെ കാൽപാദം പുണർന്ന് നിൽക്കും പോലെ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. സ്കൂളിൻ്റെ ക്യാമ്പസ് മൊത്തം ഓടി നടക്കാൻ തോന്നും. പുളിമരം എന്ന് വേണ്ട എല്ലാ സ്ഥലവും ഞാൻ ആദ്യമായിട്ട് കാണുന്ന അസംബ്ലി ഗ്രൗണ്ടൊക്കെ വെയിൽ കൊള്ളാതെ മരത്തിൻ്റെ ചോലയിൽ തന്നെ നിന്ന് നമുക്ക് ആദ്യ അവസാനം പങ്കെടുക്കാം. സിസ്റ്റേഴ്സും കുട്ടികളും ഒക്കെ ആയിട്ട് നല്ല രസമാട്ടോ. ഞാനൊരു വെക്കേഷൻ ടൈമിലാണ് ആദ്യമായിട്ട് ആ സ്കൂൾ ക്യാമ്പസിലേക്ക് വെച്ചിരുന്നത്. 1ാം ക്ലാസ്സിലെ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെക്കേഷൻ ടൈമിലല്ലേ. അന്ന് അമ്മയുടെ കൈ പിടിച്ചാൽ ഞാൻ ആദ്യമായിട്ട് ആ സ്കൂളിലേക്ക് ചെല്ലുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്ത് ഇഷ്ടമായെന്നറിയോ. ശാന്തമായ ഒരിടം, എന്തു ഭംഗിയാണ്. അതിലൊരു പൂവുണ്ട് മാഷേ, ഒരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനുള്ളൊരു പൂവ്. അതിൻ്റെ കായ അയ്യോ ഒരു ചീത്ത മണം. ചില പൂക്കളൊക്കെ അങ്ങനെയാണ്, കാണാൻ നല്ല ഭംഗിയായിരിക്കും. പൂവ് പറിക്കുമ്പോഴോ അതിൻ്റെ കായ്ക്കോ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരിത്. അതുപോലെ തന്നെയാണ് ചില മനുഷ്യരും. കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണെന്ന് വിചാരിക്കും, എന്ത് നല്ല മനുഷ്യരാണെന്ന് വിചാരിക്കും. കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ അപ്പോഴാണ് നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവുള്ളൂ. ആർക്കും ആരോടും വലിയ സ്നേഹവും പ്രതിബദ്ധതയും ഒന്നുമില്ല മാഷെ. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റുള്ളവരെ കൂടെ നിർത്തുന്നതും സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്നതും. ആവശ്യം കഴിഞ്ഞാൽ എല്ലാവരും ആർക്കും ഒന്നുമല്ലാതെയാവും. ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ അങ്ങനെ തന്നെയാണ്. ആരോടാ ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുള്ളത്? ആർക്കുമില്ല. എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. നിങ്ങളാണ് എൻ്റെ ശക്തി. കേൾക്കാൻ ആരുമില്ലാത്തവർക്ക് ആരെങ്കിലും ഉണ്ടാകുമെന്ന്, എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ആർക്കും ആരുമില്ലാതാവില്ലല്ലോ. എവിടെയെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ. ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്കങ്ങനെ ജീവിക്കാൻ
അല്ല, കൈകോർത്ത് മുന്നോട്ട് പോവാം. ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ?